പടച്ചവനെ നബിതങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ ജീവനാണ് ഫാത്തിമയ്ക്കറിയാം. കാരണം ഒരിക്കൽ പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുമായിരുന്നു ഫാദാ ഖദീജ എന്ന് പറഞ്ഞാൽ. ഖദീജയെ കുറിച്ച് പറഞ്ഞ നബിതങ്ങളുടെ കണ്ണ് നിറയുമായിരുന്നു. അത്രയ്ക്കും സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. ജീവനായിരുന്നു ഖദീജയെ, വല്ലാത്ത സ്നേഹമായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിലും മരിക്കുന്ന കാലം വരെ നബിതങ്ങൾക്ക് ഖദീജ ഖദീജ ഖദീജ. ആരെങ്കിലും ഒരു നല്ലയിരുന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞു, അലിയേ ഫാത്തിമയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നബിതങ്ങൾ തീരുമാനിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഫാത്തിമയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. നീ ഇങ്ങനെ നടന്നോ അലിയേ? ഏതോ ഒരു സ്വഹാബി പറഞ്ഞു. അലിയാർ തങ്ങൾ വിചാരിച്ചു, പടച്ചവനെ എന്തായാലും നബി തങ്ങളോട് പോയി ചോദിക്കണം, ഫാത്തിമ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് നബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലിയാരിതൻ തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനായ അലിയാരിതങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അലിയേ എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോമഡി പറയാറില്ല, തമാശ പറയാറില്ല, നബി തങ്ങൾ കളിയാക്കാറില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ അലിയാര് തങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ ചോദ്യം, അലിയേ മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? മഹർ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ? യാ റസൂലല്ലാഹ്. കള്ളം പറഞ്ഞില്ല അലിയാരിതങ്ങള്. അലിയാരിതങ്ങള് കള്ളം പറഞ്ഞില്ല. നബിയേ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹാലോചനകൾ നടത്തുമ്പോ കള്ളം പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഉസ്താദേ കപ്പലുണ്ട്, ഫ്ലാറ്റുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കള്ളത്തരം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വഞ്ചിക്കാറില്ല. അങ്ങനെ വഞ്ചിക്കുന്നവരുണ്ടോ? പണം കണ്ടിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന സമുദായമേ, കള്ളത്തരം പറഞ്ഞു പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. ഒന്നല്ല രണ്ടല്ല, ഓടി നടന്ന് പെണ്ണുങ്ങളെ കെട്ടിയിട്ട് ആ പാവങ്ങളുടെ സ്വത്തും കൊണ്ട് ഒളിച്ചോടുന്ന ഒരുപാട് യുവാക്കളുടെ കാലമാ. അലിയാര് തങ്ങൾ കള്ളം പറഞ്ഞില്ല. യാ റസൂലല്ലാഹ് എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, ആകെയുള്ളത് ഒരു വാളാണ്. അലിയാര് തങ്ങൾ പറയുകയാണ്, ആകെയുള്ളത് ഒരു വാളും ഒരു പടയങ്കിയുമാണ്. എന്റെ സമ്പാദ്യമെന്ന് പറയാറ് ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട്, അതാ ഒരു പടയങ്കിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടയങ്കി എടുത്തുകൊണ്ട് വരാറ്. അതാ അലിയാര് തങ്ങൾ പടയങ്കിയുമായി നബി തങ്ങളുടെ മുമ്പിൽ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വാള് നീ യോദ്ധാവാണ്, നിന്റെ കയ്യിൽ വാളിരിക്കട്ടെ. ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ, ഈ പടയങ്കി കൊണ്ടുപോയി വിറ്റിട്ടുവാ. അലിയാര് തങ്ങൾ ഓടുകയാണ്. എന്തിനാ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മഹർ കൊടുക്കാൻ ആ പടയങ്കിയുമായി പടച്ചവനെ ചന്തയിലേക്ക് പോയി. അലിയാര് തങ്ങൾ പടയങ്കിയും പിടിച്ച് നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ അലിയേ ഈ പടയങ്കി വെക്കാമെന്നതാണ്? ആരാ എന്റെയും ഫാത്തിമയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്, മഹർ കൊടുക്കണമല്ലോ. അലിയാര് തങ്ങളോട് ചോദിച്ചു, എനിക്ക് തരുമോ പടയങ്കി? അല്ലാഹുവേ, അവിടുന്ന് 400 ദിർഹം കൊടുത്ത പടയങ്കി ഉസ്മാൻ തങ്ങൾ വാങ്ങുകയാ. 400 ദിർഹം വാങ്ങിച്ചിട്ട് ആ പടയങ്കി വാങ്ങിക്കുകയാണ്. എന്നിട്ടതാ 400 ദിർഹവും കൊടുത്ത് പടയങ്കി വിറ്റിട്ട് തിരിച്ചു പോകാൻ തയ്യാറാകുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ നീ ഒരു യോദ്ധാവാ, ഈ പടയങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ പടച്ചവനെ പൈസയും കൊടുത്തു, പടയങ്കിയും കൊടുത്തു. അലിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങൾ
തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുവന്നിട്ട് 400 ദിർഹമും വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ 400 ദിർഹമിൽ നിന്ന് ഒരു 80 ദിർഹം എടുത്തിട്ട് അലിയാർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവേ, അലിയാർ തങ്ങളതാ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. വലീമ കൊടുക്കാനൊന്നുമില്ല, വലീമ കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാട്. അതുകൊണ്ട് വഅദ കേൾക്കാൻ വന്നവര് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളുടെ നിക്കാഹ് നടക്കുകയാണ്. പഠിക്കണം പെങ്ങള്. അതാ ഒരു ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കളുടെ വിവാഹത്തിന് വേണ്ടി തകർത്ത് കളയുന്ന ഉപ്പമാരും ഉമ്മമാരും കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം നടക്കുകയാ. ഫാത്തിമ ബീബിയുടെയും അലിയാർ തങ്ങളുടെയും കല്യാണം നടക്കുകയാ. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാ. അബൂബക്കർ തങ്ങൾ ഇരുന്ന് കരയുകയാ. സഹാബത്ത് ചോദിക്കുന്നു, എന്തിനാ തങ്ങളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുടെ വിവാഹം നടക്കുമ്പോ എന്തിനാ അബൂബക്കർ തങ്ങളെ കരയുന്നത്? സഹാബാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ? തങ്ങളുടെ മകളായ ഫാത്തിമ ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ സഹാബ? പുതുമണവാട്ടിയായി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പുതുമണവാട്ടിയായിട്ട് അവിടുന്ന് ഇറങ്ങി വരുമ്പോ അവിടുന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടിട്ട് അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാ. ആരുടെ നിക്കാഹാണെന്നറിയുമോ പെങ്ങളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ നിക്കാഹ്. നീ നടത്തുവല്ലോ. താടിയുള്ളവനും തടമ്പുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ തന്റെ മക്കളുടെ നിക്കാഹ് നടത്തുമല്ലോ. എന്തൊരാർഭാടമാടോ, എന്തൊരനാചാരമാടോ. അതാ ഗാനമേളകൾ നടത്തുന്നവർ ഇന്നത്തെ പുതിയ തലമുറ പഠിക്കേണ്ട ഒരുപാട് പാഠമുണ്ട്. എന്തൊക്കെ പേക്കൂത്തുകളാ കാണിക്കുന്നത്. പടച്ചവനെ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോ സങ്കടം തോന്നാറുണ്ടോ? എന്താണ് സങ്കടമെന്നറിയുമോ? ഏത് കുടുംബത്തിലും പ്രായമുള്ള ഒരാള് കാണും, ഏത് കുടുംബത്തിലും ഈമാനുള്ള ഒരാള് കാണും. പക്ഷേ ഇങ്ങനെയുള്ള കുടുംബത്തിൽ അങ്ങനെ ഒരെണ്ണമില്ലാതെ പോയല്ലോ. ഇന്നത്തെ വിവാഹമൊക്കെ പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഒരേ കളറ്. ഇന്നാണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവർക്കും ഒരേ കളറ്. പെണ്ണെ നീ ധരിക്കുന്ന സാരിയാകട്ടെ ചുരിദാറാകട്ടെ എല്ലാത്തിനും ഒരേ കളറാണ്. ആണുങ്ങളൊക്കെ ഒരേ കളറുള്ള ഷർട്ട്. എന്നിട്ട് പടച്ചവനെ കാണിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. ഈ ഉമ്മത്തല്ലാതെ വേറെ ഒരു സമുദായവും ഇങ്ങനെ കാണിക്കാറില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ കല്യാണത്തിന്റെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം കണ്ടപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാ. കണ്ട സ്വഹാബത്ത് അവിടുന്ന് കരയുകയാ. നിക്കാഹ് കഴിഞ്ഞിറങ്ങുമ്പോ നബി തങ്ങൾ ചോദിച്ചു, അലിയേ വലീമ കൊടുക്കണമല്ലോ, വലീമ കൊടുക്കണമല്ലോ, നിന്റെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല. അപ്പോഴാണ് റബ്ബേ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അതാ അവിടെന്ന് പറയുകയാ. ഒരു സ്വഹാബി പറഞ്ഞു, ഞാനൊരു ആട് തരാ, ഞാനൊരാടിനെ തരാ. മറ്റൊരു സ്വഹാബി പറഞ്ഞു, ഗോതമ്പ് മാവ് ഞാൻ തരാ. എന്തിനാ? ഭക്ഷണം കൊടുക്കാറ്. ഒരു സഹാബി ആട് കൊടുത്തു, മറ്റൊരു സഹാബി ഗോതമ്പ് മാവ് കൊടുത്തു. അങ്ങനെയാണ് അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീബിയുടെയും വലീമ നടന്നത്. പടച്ചവനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കല്യാണം കഴിഞ്ഞു പോകുമ്പോ അവിടുന്ന് കൊടുത്തത് എന്തെന്നറിയുമോ? പടച്ചവനെ
പഠിക്കണം പെങ്ങളെ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നാര മകൾക്ക് കൊടുത്തത് എന്താണെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ അറിയണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാര് തങ്ങള് ഇവര് രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, തറയിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പേതെന്നറിയുവോ? അല്ലാഹുവേ, ഒരാടിന്റെ തോലുണ്ട്, ഒരാടിന്റെ തോലുണ്ട്. ഈ ആടിന്റെ തോലാണ് തറയിലിടുന്നത്. പടച്ചവനെ, പകല് മുഴുവനും ഒട്ടകത്തിന് തീറ്റി കൊടുക്കുന്നത് ഈ തോലിന്റെ അകത്തിട്ടാ. അവരുടെ മണിയറെ കുറിച്ച് പഠിക്ക്, അവരുടെ മണിയറയെ കുറിച്ച് പഠിക്ക്. അലിയാര് തങ്ങൾ വിരിച്ചു കിടന്നിരുന്ന ഒരു ആടിന്റെ തോലുണ്ടായിരുന്നു. ആ തോല് രാത്രിയിൽ വിരിച്ചു കിടക്കും. പകല് ജോലി എന്തെന്നറിയുവോ? ഒട്ടകത്തിന് തീറ്റയും വെള്ളവും കൊടുക്കുന്നത് ഈ കാണുന്ന തോലിനകത്ത് വെച്ചാ. അത്രയും പാവപ്പെട്ടവനായിരുന്നു, അത്രയും പാവപ്പെട്ടവനായിരുന്നു. പടച്ച റബ്ബേ, അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. രണ്ടുപേരും അതാ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദിരാത്രിയാ. പെങ്ങളെ, പഠിക്കണം മോളെ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും മണിയറയ്ക്കകത്ത് കയറി. സുബ്ഹാനല്ലാഹ്. അലിയാര് തങ്ങള് വീടിനകത്ത് വിളക്കണച്ചു വെച്ചു. വീടിനകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചു. എന്നിട്ടതാ വീടിന്റെ വാതിലടച്ചു. റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട്, മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട്. പടച്ചവനെ, അലിയാര് തങ്ങള് ആദിരാത്രിയാണ്, വലിയ സന്തോഷത്തിലാണ്. അപ്പോഴാ വസമിഅനാ സൗതൻ ഹനീനാ. മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ, മണിയറയ്ക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാ. അലിയാര് തങ്ങൾ ഓടുകയാണ്. ആരാണ് പടച്ചവനെ കരയുന്നത്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത് ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമ ബീബി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്തിനാണ് കരയുന്നതെന്ന് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അലിയേ, നിന്നെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ നീ കരയുന്നത്? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ? എനിക്കൊന്നുമില്ലാത്തത് കൊണ്ടാണോ? അല്ല അലിയേ, പിന്നെ എന്തിനാ നീ കരയുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? അത് പണമല്ലടാ, പവറല്ലടാ, കൊട്ടാരമല്ലടാ, അധികാരമല്ലടാ. ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുവോ? അത് സ്വാലിഹത്തായ ഒരു ഭാര്യയെ കിട്ടലാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നത് വല്ലാത്ത ഭാഗ്യമാടാ. അതുകൊണ്ടാ ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതിരാത്രി മണിയറയ്ക്കകത്ത് ഫാത്തിമ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മകളിരുന്ന് കരയുകയാ. എന്തിനാ ഫാത്തിമ കരയുന്നത്? അലിയേ, ഈ റൂമിനകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് നിങ്ങൾ പെട്ടെന്നണച്ചപ്പോ, ഈ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്നണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ, വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? ഈ റൂമിനകത്ത് ഇത്രയും ഇരുട്ട് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ അലിയേ? 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിനകത്ത് ഫാത്തിമാനെ ഇറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുമ്പോ ആ
ഖബറിനകത്ത് വല്ലാത്ത ഇരുട്ടല്ലേ വലിയേ. റൂമിനകത്ത് ഇരുട്ട് കണ്ടപ്പോ ഫാത്തിമ ബീവിക്ക് ഓർമ്മ വന്നത് ഖബറാണോ? ഖബറിനകത്ത് എന്തിരുട്ടായിരിക്കും പടച്ചവരെ, ഖബറിനകത്ത് എന്തിരുട്ടായിരിക്കും പടച്ചവരെ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ ഇത് പറയേണ്ട രാത്രിയാണോ ഫാത്തിമ? ഇത് പറയേണ്ട രാത്രിയാണോ? ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലേ, ഇന്ന് നമ്മുടെ മണിയറയാണ് ഫാത്തിമ. പുതിയ പെണ്ണായ നീ ആദിരാത്രിയിൽ ഇതിനകത്തിരുന്ന് ഖബറ് പറഞ്ഞിട്ട് കരയുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ദുനിയാവിലല്ല, മണിയറ കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുവോ? മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇത് സിനിമാ കഥയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ രാത്രിയല്ല. പിന്നെ എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുവോ? 3 കഷ്ടം വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് പലക നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പോകുന്ന ഒരു ദിനമുണ്ടല്ലോ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് എല്ലാവരും കുഴിച്ചിട്ടിട്ട് പോകുന്ന ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, ഒറ്റയ്ക്ക് കിടക്കുന്ന ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ വലിയേ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. ആ ഖബറിനകത്ത് വരുന്ന മുൻകറും നകീർ എന്ന് പറയുന്ന മലക്ക് പറയണം, ലം കനൗമത്തില്ലാറൂ, പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങിക്കോ. ആ ഖബറിനകത്ത് മലക്കുകളെ പറയണം, ഉറങ്ങു പെണ്ണ്, മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്നത് പോലെ പുതിയ പെണ്ണ് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ഖബറിൽ വരുന്ന മലക്കുകളെ നമ്മളോട് പറയണം. അതുകൊണ്ട് ഖബറാണ് മണിയറയാക്കേണ്ടത്, ആ മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. ഫാത്തിമ പറഞ്ഞു, അലിയേ ഒതുപെടുത്തിട്ട് വാ, നമുക്ക് നിസ്കരിക്കാം. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി ഭർത്താവിനെ വിളിച്ചിരുത്തിയിട്ട് ഭാര്യ പറയുകയാ, നിസ്കരിക്കാം അലിയേ, നമുക്ക് നിസ്കരിക്കാം അലിയേ. മുസല്ല വിരിച്ചിട്ട് മണിയറക്കകത്തിരുന്ന് 2 പേരും നിസ്കരിക്കുകയാണ്. തൗബ ചെയ്യാം അലിയേ, നിങ്ങൾ ദുആ ചെയ്, ജീവിതം തുടങ്ങുകയാ, ജീവിതം തുടങ്ങുകയാ. നിങ്ങൾ ദുആ ചെയ്, ഞാൻ ആമീൻ പറയാ. അലിയാര് തങ്ങളെ ദുആ ചെയ്തു, ഫാത്തിമ ബീവി ആമീൻ പറഞ്ഞു. 2 പേരും ഖുർആൻ ഓതി, 2 പേരും ദിക്റുകൾ പറഞ്ഞു. പടച്ചവനെ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഖബർ ജീവിതം സുന്ദരമാകാർ, ആ മണ്ണറ മണിയറയാകാർ. ഒരു ഭാര്യയും ഭർത്താവും വീടിനകത്തിരുന്ന് രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്തു എന്ന ചരിത്രം പറയുമ്പോ ഇതിനാടാ ഭാര്യ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ, ചെറുപ്പക്കാരാ, തുംഗഹുൽ മർഅതു ലി അർബഈൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, പണം നോക്കല്ലേ, സൗന്ദര്യം നോക്കല്ലേ, കുടുംബ മഹിമ നോക്കല്ലേ, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ, ദീനുള്ളവനെ വേണം തെരഞ്ഞെടുക്കാൻ. അതാണാകട്ടെ പെണ്ണാകട്ടെ, ദീനുള്ള ആണിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ദീനുള്ള പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, പടച്ചവനെ, ഇതുപോലെ ഫാത്തിമയെ പോലെ അതാ മണിയറയ്ക്കകത്ത് കടന്നു വരുമ്പോ നിസ്കരിക്കാൻ പറയുകയാ, ദുആ ചെയ്യാൻ പറയുകയാ, അല്ലാഹുവേ ദിക്ർ പറയാൻ പറയുകയാ, ഖുർആൻ ഓതാൻ പറയുകയാ. എന്നിട്ട് അവര് കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാ. അതുകൊണ്ട് ലോകത്ത് ഒരു ആണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, കൊട്ടാരമല്ല, അധികാരമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുവോ? അൽ മർഅത്തു സ്വാലിഹ, അൽ
മർഅത്തു സ്വാലിഹാ, ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടോ? നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാര്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്.